കൂട്ടുകാർ വാട്സാപ്പ് ഉപയോഗിക്കുന്നില്ലേ? വാട്സാപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ കോണ്ടാക്റ്റ് സേവ് ചെയ്ത ആർക്കും നമ്മൾ ഓൺലൈനാണെന്ന് കാണിക്കാറുണ്ട്. ഈ ഒരു വീഡിയോ കൂട്ടുകാർ മുഴുവനായി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്ന ഈ ഒരു അറിവ് കൂട്ടുകാരുടെ മൊബൈൽ ഫോണിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു സമയത്ത് വാട്സാപ്പിൽ വന്നാലും ഒരാൾക്കും ഓൺലൈനിലും കാണില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ലാസ്റ്റ് സീന് നിങ്ങൾ ഏത് സമയത്താണോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഉദാഹരണത്തിന് ഈ ഒരു സമയത്ത് നമ്മൾ ലാസ്റ്റ് സീൻ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ന് വാട്സാപ്പ് ഓപ്പൺ ചെയ്താലും ഈ ഒരു ദിവസത്തെ സമയം തന്നെയാവും മറ്റുള്ളവർക്ക് ലാസ്റ്റ് സീനായിട്ട് കാണാൻ കഴിയുകയുള്ളൂ. ഞാൻ കീരൂസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോകൾ കാണുന്നതെങ്കിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതോടൊപ്പം ഒരു ബെൽ ബട്ടൺ കണ്ടില്ലേ, ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതെല്ലാം കണ്ട് എനാബിൾ ചെയ്തിടുകയാണെങ്കിൽ ദിവസേന നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നത്. ഫേസ്ബുക്കിലാണ് കൂട്ടുകാർ വീഡിയോ കാണുന്നത് എങ്കിലേ ഇത് നമ്മുടെ ഫേസ്ബുക്ക് പേജാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് കൂട്ടുകാരുടെ ഫേസ്ബുക്ക് ടൈംലൈനിലോട്ടും നമ്മുടെ വീഡിയോകൾ എത്തിച്ചേരും. നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഓഫ്ലൈനിൽ ഇരുന്നിട്ട്, അതായത് നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നതെന്ന് ഒരാൾക്കും അറിയാൻ കഴിയില്ല. ഏത് സമയത്തും നിങ്ങൾക്ക് ഇരുന്ന് ചാറ്റ് ചെയ്യാം. ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ലാസ്റ്റ് സീൻ കാണാൻ പറ്റൂല. ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത ടൈമാണ്. പിന്നെ നമ്മൾ വരുമ്പോൾ അവർക്ക് കാണാൻ കഴിയുന്ന ആ ഓൺലൈനിൽ നിന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അതും കാണാൻ കഴിയില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, അവർ അയച്ചൊരു മെസ്സേജ് ഉണ്ടല്ലോ, അത് ഇവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മളിത് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അറിയാൻ പറ്റൂല, ബ്ലൂടിക്കും ഉണ്ടാവില്ല. അങ്ങനെ ഒട്ടനവധി സവിശേഷതകളുണ്ട് ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോന്റെ താഴെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോന്റെ താഴെ ഒരു ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൂട്ടുകാരുടെ വിയോജിപ്പും രേഖപ്പെടുത്തണം. നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷനെ. കൂട്ടുകാർക്ക് എൻ്റെ മൊബൈൽ ഫോൺ കാണാൻ കഴിയും. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലെ ഇൻ്റർഫേസ് കാണാൻ കഴിയും. താഴെയുള്ള ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം വരുന്ന എല്ലാ പെർമിഷനും അലോ ചെയ്ത് കൊടുക്കണം. ഇനി താഴെ ഡൺ എന്ന് കാണാൻ കഴിയും, അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസേ കാണാൻ കഴിയുള്ളൂ. ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് ഒന്നും ഇനി കൂട്ടുകാർക്ക് കാണാൻ കഴിയില്ല. അവിടെ ടിക്ക് ചെയ്തിട്ട് വരുന്ന എല്ലാ കൺഫർമേഷനും നമുക്ക് ഒരിക്കൽ കൂടി അലോ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളുടെ മീഡിയ ഫയലുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്സാപ്പിൽ വരുന്നത്. ഇനി മുകളിൽ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാൻ കഴിയും, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എനാബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എനാബിൾ ചെയ്ത് കൊടുക്കാം. ഹെഡ്സപ്പ് നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്യണമെങ്കിൽ അതും നമുക്ക് എനാബിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എൻ്റെ ഈ ഒരു മൊബൈലിൽ നിന്നും ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകൾ കാണാൻ കഴിയും. ജസ്റ്റ് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ബ്ലൂടിക്കൊന്നും വരില്ല. ഇവിടുന്ന് തന്നെ നമുക്ക് റീപ്ലേയും കൊടുക്കാം. ഇപ്പോഴും ടൈം കാണിക്കുന്നത് എൻ്റെ ലാസ്റ്റ് സീന് 2:24 ഇപ്പോൾ സമയം കൂട്ടുകാർ കാണാൻ കഴിയും 3:46. നമുക്ക് ഓഫ്ലൈനിൽ ഇരുന്നിട്ടും സുഖസുന്ദരമായിട്ട് ചാറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. കണ്ടോ, ഇപ്പോഴും നമ്മൾ റീപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഓൺലൈൻ കാണിക്കുകയോ നമ്മളെ ലാസ്റ്റ് സീന് കുറേ മുന്നെയാണ്. കൂട്ടുകാർ കാണാൻ കഴിയും ഞാൻ റീപ്ലൈ കൊടുത്തിരിക്കുന്ന സമയം 3:46. എൻ്റെ ലാസ്റ്റ് സീന് കാണാൻ കഴിയുക 2:24 PM ആണ്. അതായത് ഒരു മണിക്കൂർ ഏകദേശം ബാക്കിലാണ് ഇപ്പോൾ നിൽക്കുക. നമുക്ക് ഓൺലൈൻ വരാതെ ഓഫ്ലൈൻ ഇരുന്നിട്ട് എത്ര സമയം വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ചാറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ച ഈ ഒരു ചെറിയ ആപ്ലിക്കേഷൻ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്കൂടെ സൈനിങ് ഔട്ട്, കീരൂസ്.